വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ദുനിയാവ് മൊത്തം ആസ്വാദനങ്ങളെ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയാണെങ്കിൽ നഷ്ടങ്ങളെ കൊണ്ടും വേദനകളെ കൊണ്ടും അത് പിന്നെ ഉണ്ടാകും. ദുനിയാവിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് സന്തോഷം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവുക, ദുഃഖം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവുക. ഇത് മാറി മാറി വരിക എന്നുള്ളത് ഇത് അധികം ആളുകൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം ഏറ്റവും നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഒരാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മനുഷ്യനുള്ള പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എന്നുള്ളത് രാവും പകലും പോലെയോ ചൂടും തണുപ്പും പോലെയോ ആണ്. അത് സ്വാഭാവികമായിട്ടും ദുനിയാവിൽ ഉണ്ടാവണം. അതില്ലാത്തൊരു സമയം എന്തുണ്ടാവില്ല, ദുനിയാവിൽ ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസരി സുഹ്ദുഹു വ മവാഇദുഹു എന്ന കിതാബിൽ നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഫസ്ലു റാബി, നാലാമത്തെ ഫസ്ൽ, ഫീ ദമ്മി ദുനിയ വനഹിഹി അൻ തഅല്ലുഖ ബിഹാ, ദുനിയാവിൻ്റെ നിരർത്ഥകതയെ അറിയിക്കുന്നതും അതിനോട് കൽബ് ബന്ധപ്പെടുന്നത് അത് വിരോധിച്ചുകൊണ്ടുമുള്ള അസറുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പകുതിയോളം നാം വായിച്ചു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ലില്ലാഹി ദർറു ബക്കർ ഇബ്നു അബ്ദില്ലാഹ് حين قال الدنيا ما مضى منها فحلم وما بقي منها فأماني وإثم. ബക്കർ ബിൻ അബ്ദില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായിട്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദുനിയ മാ മളാ മിൻഹാ ഫഹുൽമുൻ, ദുനിയാവിൽ കഴിഞ്ഞു പോയത് എന്തൊക്കെയുണ്ടോ അതൊരു സ്വപ്നം മാത്രമാണ്, അതൊരു സ്വപ്നം പോലെയാണ്. വമാ ബഖിയ മിൻഹ, എന്നാൽ അതിൽ ബാക്കിയായിട്ടുള്ളത് ഫഅമാനിയുൻ വ ഇസ്മുൻ, അതൊരു വ്യാമോഹങ്ങളും അതുപോലെ തിന്മകളും മാത്രമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ദുനിയാവിനെ സലഫുകൾ വളരെയധികം ഉപമിച്ചിരുന്ന ഒരു ഉപമയാണ് അതൊരു സ്വപ്നം പോലെയാണ് എന്നുള്ളത്. അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് വെളിവാകുക നാം മരിക്കുമ്പോഴാണ്. നമ്മൾ കണ്ണു തുറന്ന് ഇപ്പോൾ രാത്രി നമ്മൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണാം. ആ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പോലെ സ്വപ്നം കാണുന്നവരുണ്ട്. വേദനയെല്ലാം അതുപോലെ തന്നെ അനുഭവിക്കുന്ന, തോന്നുന്ന രീതിയിൽ സ്വപ്നം കാണുന്നവരുണ്ട്. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ ഒന്നുമില്ല. അതുപോലെ ഈ ദുനിയാവിലെ ജീവിതം, അതിന്റെ നിരർത്ഥകത, നാം മരണസമയത്ത്, മരിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ പരലോകത്തേക്കുള്ള അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ ഇതിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടും. വകാനൽ ഹസൻ യഖൂൽ, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, ഇൻ കാന ബുഗ്യതുക മിനദ് ദുനിയ മാ യക്ഫീക് ഫഅദ്നാ മാ ഫീഹാ യക്ഫീക്, നിനക്ക് മതിയായത് മാത്രം മതി ദുനിയാവിൽ, നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കുള്ളത് മാത്രം മതി ദുനിയാവിൽ എന്നാണ് എങ്കിൽ നിന്റെ ചിന്ത എങ്കിൽ ഫഅദ്നാ മാ ഫീഹാ യക്ഫീക്, അതിൽ ഏറ്റവും കുറഞ്ഞത് മതിയാകും നിനക്ക് മതിയാകാൻ. ഇപ്പൊ ഒരാൾക്ക് ദുനിയാവിൽ എനിക്ക് ഉള്ളത് മതി, എനിക്ക് കൂടുതൽ അധികമായിട്ടൊന്നും വേണ്ട, എനിക്കുള്ളത് അള്ള നൽകുന്നത്, എനിക്ക് വിധിക്കുന്നത് മതി എന്ന് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ദുനിയാവിൽ കുറച്ചുകൊണ്ട് തന്നെ അവൻ എന്താവും? മതിയാവും. വഇൻ കാനല്ലദീ തഅമലു മിൻഹാ മാ യക്ഫീക്, നിനക്ക് കിട്ടിയത് പോരാ, ഇനിയും വേണം എന്നുള്ള നിലക്കാണ് നീ പണിയെടുത്ത് തുടങ്ങുന്നത് എങ്കിൽ ഫലൈസ ശൈഉൻ യക്ഫീക്, നിനക്ക് ഒരിക്കലും എന്താവൂല? മതിയാവില്ല.
ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണത്. ഖനാഅത്തുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയത് എന്താണോ അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ കൊണ്ട് തന്നെ എന്താവും, മതിയാവും, വളരെ കുറഞ്ഞ മതിയാവും. എന്നാൽ അള്ളാഹു നൽകിയതിനേക്കാൾ കൂടുതൽ വേണമെന്നുള്ള ആർത്തിയും ആഗ്രഹവുമായിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവ് മൊത്തം കിട്ടിയാലും എന്താവൂല, അവന് മതിയാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ അർത്ഥത്തിൽ നമുക്ക് കാണാം, ആദം സന്തതിക്ക് ഒരു താഴ്വര മുഴുവൻ സ്വർണം അല്ല 2 താഴ്വര മുഴുവൻ സ്വർണം ഉണ്ടെങ്കിലും അവൻ വീണ്ടും ചോദിക്കും, ഒരു താഴ്വര കൂടി കിട്ടുമോ? അവനത് മതിയാവൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, മണ്ണല്ലാതെ അവന്റെ വയറ് നിറക്കില്ല. അതാ മരിച്ചു പോയാലല്ലാതെ അവന്റെ ഈ ആഗ്രഹമാർത്തി അവസാനിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയമാണ് ഈ അസറിനുള്ളത്. അപ്പോ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടോ, എത്ര ചെറുതാണെങ്കിലും നമ്മൾ അതിൽ തൃപ്തനായിരിക്കും. നമുക്കില്ല എന്നുള്ള സങ്കടമോ അല്ലെങ്കിൽ ഉള്ളവരെ കണ്ടിട്ടുള്ള നമുക്ക് തോന്നുന്ന വിഷമമോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തൃപ്തിപ്പെടും. തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ ഒന്നുകൊണ്ടും നമുക്ക് എന്താവാൻ പോകുന്നില്ല, തൃപ്തിയാകാനും പോകുന്നില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന ഹാദൽ മൗത ഫദഹ അദ്ദുനിയ ഫലം യത്റുക് ലിഅഹദിൻ ബിഹാ ഫറഹ. ഇന്ന ഹാദൽ മൗത, തീർച്ചയായിട്ടും ഈ മരണം, ഫദഹ അദ്ദുനിയ, ദുനിയാവിനെ വെളിവാക്കി തരികയാണ്. മരണം എന്നുള്ളത് ദുനിയാവിനെ വെളിവാക്കി തരികയാണ്. വലിയൊരു വാക്കാണത്. കാരണം നമ്മളൊക്കെ ഏറ്റവും മറന്നുപോകുന്ന കാര്യമാണ് മരണം എന്നുള്ളത്. ആ മരണം മാത്രമാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് വെളിവാക്കി തരുന്നത്. അത് വെളിവാക്കി തരുന്നത് മരണമായിരിക്കും. എന്നിട്ട് പറയാണ്, ഫലം യത്റുക് ലിഅഹദിൻ ബിഹാ ഫറഹ, അത് പിന്നെ മനുഷ്യന്റെ ഒരു സന്തോഷവും വിട്ടുവെക്കുകയില്ല. പിന്നെ അവനുള്ള സന്തോഷങ്ങളൊന്നും അവിടെ വിട്ടുവെക്കുകയില്ല. നമ്മൾ ആലോചിക്കണം, ഏത് സമയവും അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തിൽ ആലോചിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ആലോചിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ നമ്മൾ നോക്കി നോക്കി. രാവിലെ എഴുന്നേറ്റാൽ പറയാൻ പറഞ്ഞ ദുആ തന്നെ മരണത്തെ ഓർമ്മിപ്പിച്ചിട്ടാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ മരണത്തെ ഓർമ്മിപ്പിച്ചിട്ടാണ്. രാവിലത്തെ ദുആ എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷമാണ് ഞങ്ങൾ എണീറ്റ് വന്നിട്ടുള്ളത്, മരണത്തെ ഓർമ്മിപ്പിച്ചു. അവസാനം രാത്രിയിൽ കിടക്കുന്ന ദുആയിൽ എന്താണ് ഒന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ബിസ്മിക അല്ലാഹുമ്മ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ. ഞാനിതാ നിന്റെ നാമം കൊണ്ട് ഇതാ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിന്റെ നാമം കൊണ്ട് ആണ് മരിക്കുന്നതും ജീവിക്കുന്നതും. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. ഒന്നും നമ്മോടൊപ്പം ഒന്നുമില്ലാത്ത അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരിക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലഇൻ കാനത്തി ദുനിയ മുലിഅത് ബില്ലദ്ദാത് ഫലഖദ് ഹുശിയത് ബിൽ ആഫാത്. ദുനിയാവ് മൊത്തം ആസ്വാദനങ്ങളെ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയാണെങ്കിൽ ഫലഖദ് ഹുശിയത് ബിൽ ആഫാത്, നഷ്ടങ്ങളെ കൊണ്ടും വേദനകളെ കൊണ്ടും അത് പിന്നെ ഉണ്ടാകും. വവജബത് മിൻ അജ്ലിഹാ അത്തിബാഅത്ത്. ദുനിയാവിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവുക, ദുഃഖം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവുക. ഇത് മാറി മാറി വരിക എന്നുള്ളത് ഇത് അധികം ആളുകൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ദുനിയാവിലെ ജീവിതം ഏറ്റവും നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഒരാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ മനുഷ്യനുള്ള പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എന്നുള്ളത് രാവും പകലും പോലെയോ ചൂടും തണുപ്പും പോലെയോ ആണ്. അത് സ്വാഭാവികമായിട്ടും ദുനിയാവിൽ ഉണ്ടാവണം. അതില്ലാത്തൊരു സമയം എന്തുണ്ടാവില്ല, ദുനിയാവിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുകയാണ്, എന്തെങ്കിലും വലിയ നഷ്ടം സംഭവിക്കുകയാണ്, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട എന്താണ്? ഇത് ദുനിയാവാണ്, ഇവിടെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ, ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് വലിയ സന്തോഷം ലഭിക്കുകയാണ്, വലിയ നേട്ടം ലഭിക്കുകയാണ്, ഇത് ദുനിയാവാണ്, ഇതിലെങ്ങനെ ഉണ്ടാവും? ഈ ദുനിയാവിൽ അള്ളാഹു ഉയർത്തിയ ഒന്നുമില്ല പിന്നെ താഴ്ത്താതെ. അള്ളാഹു എന്തിനെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ അതിന് അള്ളാഹു തആല താഴ്ത്തിയിട്ടുമുണ്ട്. ദുനിയാവിന്റെ വിഷയങ്ങളിൽ അള്ളാഹു ഉയർത്തിയതിനെല്ലാം താഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതിൽ ആസ്വാദനത്തിന്റെ ഒരു സമയം നമുക്കുണ്ടെങ്കിൽ വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും സമയമുണ്ട്. ആഫിയത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമയം നമുക്കുണ്ടെങ്കിൽ വേദനയുടെയും അസുഖത്തിന്റെയും ഒരു സമയം നമുക്കുണ്ട്. സമ്പന്നതയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു സമയം നമുക്കുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒരു സമയമുണ്ട്. ദുനിയാവിൽ ഇത് തുടർന്ന് ഇത്തിബാഅത്തായിട്ട് മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് ഇത് നമ്മൾ ഉൾക്കൊള്ളല്ല, അതൊരു വഴിയില്ല. ഇപ്പൊ ചൂടും തണുപ്പും, ഇപ്പൊ നമുക്ക് ഒരു തണുപ്പുകാലം വരികയാണ്, പിന്നെ ചൂടുകാലം വരികയാണ്. നമുക്ക് എന്താണ്, ഒരു തണുപ്പുകാലം വന്നാൽ നമ്മൾ എന്താ പറയാ, ചൂടുകാലം ഇനി വരാൻ പോവാണ്.
ചൂടുകാലം വന്നാൽ ഒരു തണുപ്പുകാലം വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെയാണ് ദുനിയാവിൽ ഒരു പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ട്. ഒരു സുഖം നമുക്കുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെടുന്ന ഒരു സമയവും വരാനുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളത് ദുനിയാവിനെ മനസ്സിലാക്കുന്ന ആളുകളുടെ ലക്ഷണമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്ന ആദം, എ മനുഷ്യ, ഇയ്യാക അൻ തകൂന സാഹിബുദ് ദുനിയ, ദുനിയാവിന്റെ ആളായി നീ മാറുന്നത് നീ സൂക്ഷിക്കുക. ദുനിയാവിന്റെ ഒരാളായിട്ട് നീ മാറുന്നത് നീ സൂക്ഷിക്കുക. ലഹാ തർദാ, ദുനിയാവിന് വേണ്ടിയിട്ടാണ് നീ തൃപ്തിപ്പെടുക. ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നൽകപ്പെട്ട അവന് സന്തോഷമായി, അവൻ തൃപ്തിപ്പെട്ടു, അവനത് മതി, അവൻ അതിൽ സമാധാനം കൊണ്ടു. വമിൻ അജലിഹാ തഗ്ദബ്, ദുനിയാവിന് വേണ്ടിയിട്ടാണ് നീ കോപിക്കുക. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അതിയായ കോപമാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിയായ കോപമാണ്. വഅലൈഹാ തുഖാതിലു, ദുനിയാവിന് വേണ്ടിയിട്ടാണ് അവൻ മത്സരിക്കുക, പരസ്പരം പോരാടുകയും മത്സരിക്കുകയും ചെയ്യുക ദുനിയാവിന്റെ വിഷയത്തിലാണ്. വഫീഹാ തത്അബു വതൻസബു, അതിനു വേണ്ടിയിട്ടാണ് അവൻ എല്ലാ ക്ഷീണവും അനുഭവിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവൻ എല്ലാ പണിയെടുക്കുന്നത്. ദുനിയാവല്ലാതെ ഒരു ലക്ഷ്യം അവനില്ല. ദുനിയാവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു, ദുനിയാവിന് വേണ്ടി വെറുക്കുന്നു, ദുനിയാവിന് വേണ്ടി തൃപ്തിപ്പെടുന്നു, ദുനിയാവിന് വേണ്ടി കോപിക്കുന്നു, ദുനിയാവിന് വേണ്ടി ക്ഷീണിക്കുന്നു, ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നു. അങ്ങനെ ഒരാളായിട്ട് നീ മാറരുത്, അത് നീ സൂക്ഷിക്കണം. ഈ ദുനിയാവിനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുക, നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ. അഥവാ ഇതുപോലെ ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന അവസ്ഥ നീ തീയിലേക്ക് വലിച്ചെറിയുക, ഒഴിവാക്കുക. നീ സ്വർഗം തേടുന്ന ആളാണെങ്കിൽ നിനക്ക് യോജിച്ചതല്ല അത്. എന്നിട്ട് പറയുന്നത്, നിന്റെ ഈ വ്യാമോഹം നീ ഒഴിവാക്കിക്കൊള്ളുക. ലുഖ പറഞ്ഞ വിഡ്ഢി, ഫൈന്ന ഹകീമൻ യഖൂൽ, പണ്ടത്തെ ഹിക്മത്തുള്ള ആളുകൾ പറഞ്ഞ ഒരു കവി പറഞ്ഞ വാക്കു കൊടുക്കുകയാണ്, വഇന്നംറഅൻ ദുനിയാഹു അക്ബറു ഹമ്മിഹി ലമുസ്തംസികും മിൻഹാ ബിഹബ്ലി ഗുറൂർ. ഒരാൾ അവന്റെ പ്രധാന ചിന്ത ദുനിയാവുകയാണെങ്കിൽ അവൻ കെട്ടിയിടപ്പെട്ടിട്ടുള്ളത്, അവൻ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗുറൂറിന്റെ, കബളിപ്പിക്കലിന്റെ, വഞ്ചനയുടെ കയറിലാണെന്ന് ആ കവി പാടിയ വരികൾ അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഇബ്നു ആദം, എ മനുഷ്യ, അസ്സവാഹു ഹാഉനാ ഖലീൽ, ദുനിയാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, വളരെ കുറച്ചാണ്. സുഹൃത്തുക്കളെ, 60 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിസ്സാരമായിട്ടുള്ളൊരു കാലാണ്. ഒരു കാഫിറിന് മാത്രമാണ് 60 വർഷം എന്ന് പറയുമ്പോ അവനൊരു 600 നൂറ്റാണ്ട് പോലെ അതിനെ കാണുക. അത്ര വ്യാപ്തിയിലാണ് ഒരു കാഫിർ കാണുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 60 വർഷം 70 വർഷം എന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരമായിട്ടാണ് കാണുക. കാരണം മുസ്ലിം എപ്പോഴും താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാ? പരലോകത്തെ വെച്ചിട്ടാ. ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിന്റെ കണക്കിലുള്ള പരലോകം വെച്ച് നോക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ 60 വർഷം കണക്കൂട്ടാൻ സാധിക്കുക? എങ്ങനെയാണ് അവന്റെ ഉള്ളിൽ തോന്നുക? ഇപ്പോ ഒരു വര, ഒരു വലിയ വര വരച്ചു എന്ന് വിചാരിക്കുക, വലിയ വര വരച്ചു വിചാരിക്കുക. അപ്പോ ഇയാളുടെ ഇവിടെ ഒരു മതിലുണ്ട്, അപ്പുറത്ത് ഇയാൾ അതിനേക്കാൾ വലിയൊരു വര കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇയാളെ സംബന്ധിച്ച്, ആ വര കണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വര എന്താണ്? ചെറുതാണ്. എന്നാൽ ഈ വര മാത്രം കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം എന്താണ്? ഇതാണ് അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വര. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ത് സാധനമാണെങ്കിലും അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുത് ഇതായിരിക്കും. അപ്പൊ ഒരു മുഅ്മിൻ ഏത് കാര്യവും താരതമ്യം ചെയ്യുക പരലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് ദുനിയാവ് മുഅ്മിൻ നിസ്സാരാവുന്നത്. ഇപ്പൊ ഈ ലോകം എടുക്കുക, ഈ ലോകത്തിലെ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും ഒരു കാഫിർ കാണുന്നത് ഇതിനപ്പുറത്തേക്ക് അവനൊരു ജീവിതം ഇല്ലാത്ത നിലക്കാം. പക്ഷെ ഒരു മുഅ്മിൻ കാണുന്നത് എങ്ങനെയാണ്? അവൻ 7 ആകാശങ്ങളെയും അതിന്റെ റബ്ബായ അള്ളാഹുവിനെയും അർശിനെയും സ്വർഗത്തെയും നരകത്തെയും ഇതെല്ലാം മനസ്സിലാക്കുന്നവനാണ്. അവന് ദുനിയാവ് എന്താണ്? ഒരു മരുഭൂമിയിലെ മണൽത്തരി പോലെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ എത്രത്തോളമാണ് ദുനിയാവിന് വില കൊടുക്കുന്നത് എന്നാണ് അവിടെ വിഷയം. അപ്പൊ ദുനിയാവിലെ ജീവിതം വളരെ ചെറുതാണ്. വൽ അദാബു ഹുനാലിക കസീറുൻ തവീലുൻ, പരലോകത്തെ ശിക്ഷ എന്നുള്ളത് അത് വളരെ കൂടുതലാണ്, നീണ്ടു നിൽക്കുന്നതാണ്, അതിന് അവസാനമല്ല. അല്ലാഹു തആല നിലനിൽപ്പ് നൽകിയൊരു കാര്യമാണ് പരലോകം, സ്വർഗം നരകം എന്നുള്ളത് ശാശ്വതമായിട്ടുള്ളതാണ്, അതിന് അവസാനമില്ല. ലഖദ് റുവിയ അൻ ബഅദി الزاهدين അന്നഹു കാന യഖൂൽ, ചില സുഹാദുകൾ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദുനിയ വാലിദത്തുൻ ലിൽ മൗത്ത്, ദുനിയാവ് എന്നുള്ളത് ദുനിയാവ് മരണത്തിന് ജന്മം നൽകുന്നതാണ്. ദുനിയാവ് മരണത്തിന് ജന്മം നൽകുന്നതാണ്. നാഖിദത്തുൻ ലിൽ മുബ്റം, ദുനിയാവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിനെ എല്ലാം മുറിച്ചു കളയുന്നതാണ്. മുർതജിഅത്തുൻ ലിൽ അത്തിയ,
നൽകപ്പെട്ട സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കപ്പെടുന്നതാണ്. ദുനിയാവിൽ എന്തെല്ലാം നൽകപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു വാങ്ങപ്പെടുന്നതാണ്. വകുല്ലു മൻ ഫീഹാ യജ്രി ഇലാ മാ ലാ യദ്രി. ദുനിയാവിലുള്ള എല്ലാ ആളുകളും ഓടുന്നത് അവൻ എങ്ങോട്ടാണ് എന്നറിയാത്തൊരോട്ടത്തിലേക്കാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓടാൻ തുടങ്ങുമ്പോൾ എന്താണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ എങ്ങോട്ട് എന്താണെന്ന് അറിയാത്ത ഓട്ടാണ് ഓടുന്നത്. വകുല്ലു മുസ്തഖറിൻ ഫീഹാ ഗൈറു റാദിൻ ബിഹാ. ഇനി എന്തെങ്കിലും നൽകപ്പെട്ട ഒരാളാണെങ്കിൽ തന്നെയും ദുനിയാവിൽ അവൻ അതിൽ തൃപ്തിപ്പെടുന്നില്ല. കാരണം ഒരിക്കലും ദുനിയാവിന്റെ ഒരു വസ്തുവിൽ പൂർണ്ണമായ തൃപ്തി നമുക്ക് കിട്ടൂല. ഇപ്പൊ നമ്മളൊരു വീട് വെച്ചു വിചാരിക്കാം. നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു കൊതിച്ച് ഒരു വീട് വെച്ചു. ആ വീട്ടിലെ ടൈൽസ്, വില പിടിച്ച ടൈൽസ് ഇറക്കുമതി ചെയ്തു, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും വെച്ചു. ആ വീട് വെക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായി കയറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടാവും. അത് 1-2 മാസം കഴിഞ്ഞു നമ്മുടെ അയൽവാസി അതിനേക്കാൾ ഉത്തമമായ ഒരു വീട് വെച്ചു. നമ്മൾ ഗുജറാത്തിൽ നിന്നാണ് ടൈൽസ് ഇറക്കിയതെങ്കിൽ അവൻ ദുബായിൽ നിന്ന് ടൈൽസ് ഇറക്കി, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ടൈൽസ് ഇറക്കി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കിയിട്ട് ഒരു വീട് വെച്ച് വിചാരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പിന്നെ എന്താ ഉണ്ടാവുക? ജനൽ കൂടെ അപ്പുറത്ത് നോക്കുമ്പോൾ ഇതെന്തൊരു വീടാന്നുള്ള ചിന്ത ഉണ്ടാവുക. ഒരിക്കലും ദുനിയാവിലൊരു വസ്തുവിലും സംതൃപ്തി പറഞ്ഞ സാധനം കിട്ടില്ല. ദുനിയാവിലൊരു വസ്തുവിലും സംതൃപ്തി, പൂർണ്ണമായ തൃപ്തി എന്ന കാര്യം കിട്ടില്ല. ദുനിയാവിലെ വസ്തുക്കളിൽ ഒന്നിലും കിട്ടൂല. അതൊരിക്കലും ഒരാൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങിയോ അവന് പിന്നെ ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എന്റെ ജീവിതം എങ്ങനെയായത് ആലോചിച്ചിട്ട് ജീവിക്കാനല്ലാതെ അവന് സാധിക്കില്ല. ആദ്യം മനസ്സിലാക്കണം, ദുനിയാവിൽ ഒരു വിഷയത്തിലും സംതൃപ്തി കിട്ടൂല. وذلك دليل على انها ليست بدار قرار. അതെന്തിനുള്ള തെളിവാണ്? ഒന്നിലും സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളത് എന്തിനുള്ള തെളിവാണ്? ഇത് സ്ഥിരഭവനമല്ല എന്നതിനുള്ള തെളിവാണ്. ഇത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു ഭവനമല്ല എന്നതിനുള്ള തെളിവാണ്. നമ്മൾ എന്താണ് സംഭവിക്കുക എന്നറിയാതെ ജീവിക്കുന്നതും ഈ ദുനിയാവിലെ ഒരു വസ്തുവിലും സംതൃപ്തി കിട്ടാത്തതും അതുകൊണ്ടാണ്. എന്ത് കാര്യം എടുത്താലും ദുനിയാവിൽ ഒരിക്കലും ഒന്നിനും സംതൃപ്തി കിട്ടൂല. നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, ഇയ്യാക വത്തസ്വീഫ്. തസ്വീഫിനെ നീ സൂക്ഷിക്കണം. തസ്വീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വൈകിക്കുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് ഇംഗ്ലീഷിലെല്ലാം പറയും. അതായത് കുറച്ച് വൈകിപ്പിക്കുക ഒരു കാര്യം, ഞാൻ നാളെ ചെയ്യാം. ഇവിടെ ഉദ്ദേശം ദീനിന്റെ വിഷയങ്ങളിൽ അതിപ്പോ വേണ്ട, നാളെ ചെയ്യാന്നുള്ളത് നീ വൈകിപ്പിക്കുക, നീ സൂക്ഷിക്കുക. ഫഇന്നഹാ മുഹ്ലികുൻ. അത് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ തസ്വീഫിനെ പറഞ്ഞത് ജുനൂദു ശൈത്താൻ എന്നാണ്. ഷെയ്ത്താനിന്റെ സൈന്യമാണ് തസ്വീഫ് എന്നാണ്. ഒരു മനുഷ്യനൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ദിവസം അവൻ വിചാരിച്ചു എന്റെ കുറച്ച് പൈസ ഉണ്ട്, ഒരു 500 രൂപ ഞാൻ സ്വതക്ക് കൊടുക്കാം. അവൻ രാവിലെ ചെയ്യാൻ വിചാരിച്ചു, ഉച്ചയ്ക്ക് ചെയ്യാം, പിന്നെ അവന് വൈകുന്നേരം ചെയ്യാം, പിന്നെ അവനെ ചെലവാക്കിയിട്ടുണ്ടാവും. അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടാവും. ഒരു നന്മ എന്നുള്ളത് ഇപ്പൊ 2 റക്അത്ത് നിസ്കാരം, ദുഹാ നിസ്കരിക്കാൻ വെച്ചു, രാവിലെ നിസ്കരിക്കാൻ വെച്ചു, കുറച്ചുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ടാവും, നിസ്കാരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് കാര്യവും പിന്നോട്ട് വെക്കുന്നത് അതാണ് തസ്വീഫ്. അത് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തസ്വീഫ് നിനക്ക് ബാധിച്ചാൽ യഅ്മിദു അഹദുകും ഇലാ റിസ്ഖില്ലാഹ് ഫയുൻഫിഖുഹു ഫിൽ ബിനാഇ വത്തബ്ദീർ വസ്സറഫ് വൽമഖീല. നീ അള്ളാഹു നിനക്ക് നൽകുന്ന റിസ്ഖുകളെ നീ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും, അനാവശ്യമായ ചെലവുകൾക്കും അതുപോലെ തന്നെ വ്യാമോഹങ്ങൾക്കും വേണ്ടി എല്ലാം ചെലവാക്കും. വഫി സീനത്തിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. വലഅല്ല അഹദകും അയ്യുൻഫിഖ മിസ്ല ദീനിഹി ഫീ ബുലൂഗി ഹവാ. അവന്റെ ദീനിനെ വരെ വിൽക്കും, അവന്റെ ഇച്ഛകൾക്ക് വേണ്ടി ദീനിനെ വരെ വിൽക്കും. വലാ യതസദ്ദഖ ബിദിർഹമിൻ വാഹിദിൻ തുഗ്യാനൻ ഫീ റിസ്ഖില്ലാഹ്. അള്ളാഹുവിന്റെ റിസ്ക് അവന് നൽകപ്പെട്ടതിൽ നിന്ന് അത് നശിപ്പിക്കപ്പെടുമോ, അതൊക്കെ തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഒരു ദിർഹം പോലും ദാനം കൊടുക്കൂല. അവർ അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിർഹം പോലും കൊടുക്കൂല. വഹാറബൻ അൻ ഹഖില്ലാഹ് സതഅലമു യാ ലുഖാ. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ നിന്ന് അവൻ ഓടി ഒളിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ബാധ്യതയെ നീ ഭയപ്പെടണം, നീ മനസ്സിലാക്കുകയെ വിഡ്ഢി എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് നാളേക്ക് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നന്മകൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അപ്പോൾ തന്നെ ചെയ്യാൻ പരിശ്രമിക്കുക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നൽ മുഅ്മിന കയ്യിസുൻ. മുഅ്മിൻ ബുദ്ധിയുള്ളവനാണ്. മുഅ്മിൻ ബുദ്ധിയും ഉൾക്കാഴ്ചയുമുള്ള ഒരാളാണ് മുഅ്മിൻ. നവറ ഫഅബ്സറ, അവൻ ഉറ്റാലോചിക്കും, ഉൾക്കാഴ്ചയുള്ളവനാകും. വതഫക്കറ ഫഅതബറ,
അവൻ ചിന്തിക്കും, അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളും. ثم عمد إلى دنياه فهدمها وبنى آخرته. അവൻ ദുനിയാവിന്റെ നിരർത്ഥകത മനസ്സിലാക്കി അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒഴിവാക്കിയിട്ട് പരലോകം കെട്ടിപ്പടുക്കും. വലം യഹ്ദിം ആഖിറതഹു ലിബിനാഇ ദുനിയാ. ദുനിയാവ് കെട്ടിപ്പടുക്കാൻ വേണ്ടി പരലോകത്തിനെ അവൻ തകർത്ത് കളയില്ല. വലം യസൽ ذلك عمله حتى لقي ربه. തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അവന്റെ അമൽ അത് തന്നെയായിരിക്കും. ഫറദിയ അൻഹു വഅർളാഹ്. അവൻ അല്ലാഹു അവനെ കൊണ്ട് തൃപ്തിപ്പെടും, അല്ലാഹു അവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. വഇന്നൽ മുനാഫിഖ്. എന്നാൽ മുനാഫിഖ് അമിദ ഫനാഫസ അൻ ദുനിയാ. അവൻ ദുനിയാവിന് വേണ്ടി മത്സരിച്ചുകൊണ്ടേയിരിക്കും, ദുനിയാവിന് വേണ്ടി മത്സരിച്ചുകൊണ്ടേയിരിക്കും. വഅമി അൻ ആഖിറതിഹി. പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ട് അന്ധനായിരിക്കും, അവൻ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. ഇത്തഖദ ദുനിയാ ഇലാഹൻ. അവൻ ദുനിയാവിനെ ഇലാഹായി സ്വീകരിക്കും. അവന്റെ എല്ലാം ദുനിയാവിന് വേണ്ടിയിട്ടായിരിക്കും. വൈഹ, അവന് നാശം. അലഹ ഖുലിഖ. ഇതിനു വേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അംബിൽ ജംഇ ലഹാ ഉമിറ. അല്ല, ദുനിയാവ് ഒരുമിച്ച് കൂട്ടാനാണോ അവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? സയഅലമുൽ മഗ്റൂർ. അവൻ മനസ്സിലാക്കും, വഞ്ചിക്കപ്പെട്ടവൻ മനസ്സിലാക്കും. യൗമ, ഏതു ദിവസം? എന്നിട്ടൊരു ആയത്ത് സൂറത്തുർ റഹ്മാനിലെ 41-ാമത്തെ ആയത്ത് ഓതുകയാണ്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും. തെമ്മാടികളെ അവരുടെ അടയാളം കൊണ്ട് മനസ്സിലാക്കും. ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. അവരുടെ തലയുടെ ഈ ഭാഗവും അതുപോലെ കാലുകളും കൂടി കൂട്ടിപ്പിടിക്കുന്നതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നമ്മള് പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ വല്ല ഓലയുടെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോ എന്താ ചെയ്യാ? നടുവങ്ങോട്ട് മടക്കും, എന്നിട്ട് രണ്ടറ്റം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്ന രീതിയുണ്ട്. അല്ലെങ്കിൽ കമ്പോ വിറകെന്താണെങ്കിലും ആ ഒരു രീതിയുണ്ട്. അതുപോലെ മനുഷ്യനെ നരകത്തിലേക്ക് വെക്കുക. മനുഷ്യനെ നടുവങ്ങോട്ട് ഒടിച്ചിട്ട് കാലും തലയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയാണ് നരകത്തിലേക്ക് വെക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ആ ദിവസം നീ മനസ്സിലാക്കും എന്താണ് നിനക്ക് പറ്റിയ നഷ്ടം, നിനക്ക് പറ്റിയ വഞ്ചന എന്ന് നീ മനസ്സിലാക്കുമെന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം ഉപകരിക്കുന്ന ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇബ്നു ആദം, എ മനുഷ്യ, ലാ ഗനാഅ ബിക അൻ നസീബക മിനദ് ദുനിയ വഅൻത ഇലാ നസീബക മിനൽ ആഖിറതി അഫ്ഖർ. ദുനിയാവിൽ നീ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിനക്കൊരിക്കലും ഐശ്വര്യമല്ല. പരലോകത്തേക്കുള്ളതിന് നീ ഇതിനേക്കാൾ ആവശ്യക്കാരനായിരിക്കെ. പരലോകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈമാനും സൽക്കർമ്മങ്ങളും നേടാതെ ദുനിയാവിന്റെ എന്തെല്ലാം വസ്തുക്കളും നേടിയാലും അതൊന്നും നിനക്ക് ഐശ്വര്യം നൽകാൻ പോകുന്നില്ല. ഫഅലൈക ബിഹ്. നീ പരലോകത്തിന്റെ വിഷയത്തിൽ നീ സൂക്ഷിക്കണം. ഫഇന്നഹു സയഅതി ബിക ഇലാ നസീബിക മിനദ് ദുനിയ. പരലോകത്തേക്കുള്ള വിഭവം നീ ഒരുക്കിയാൽ ദുനിയാവിന്റെ വിഭവം അത് നിനക്ക് കൊണ്ടുവന്നു തരും. ഫയൻദമുഹു ലക നദ്മൻ യസൂലു മഅക ഹൈതു തസൂൽ. അത് പോകുന്നതനുസരിച്ച് നിനക്കത് അടുക്കും ചിട്ടയിൽ ഒരുക്കി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്. സഹോദരന്മാരെ, ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒരാൾ പരലോകത്തിന് വേണ്ടി പണിയെടുത്താൽ അവന് ദുനിയാവും ലഭിക്കും, പരലോകം ലഭിക്കും. ഒരാൾ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചാൽ അവന് ദുനിയാവും ലഭിക്കില്ല, പരലോകം ലഭിക്കില്ല. ബുദ്ധിയുള്ളവൻ എന്താ തിരഞ്ഞെടുക്കുക? പരലോകമാണ്. അതുകൊണ്ട് പരലോകത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ദുനിയാവ് എത്ര കെട്ടിപ്പടുത്താലും എത്ര ഐശ്വര്യമുണ്ട് തോന്നിയാലും അത് നമുക്ക് നഷ്ടം മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. കാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, എ മനുഷ്യ, വുസിഫത് ലക ദുനിയ. നിനക്ക് ദുനിയാവ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. നിനക്ക് ദുനിയാവിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി ഇവിടെ മനസ്സിലാകുന്നുണ്ട്. വഗാബത് അൻക ഉമൂറുൽ ആഖിറ. പരലോകത്തെ കാര്യങ്ങൾ നിനക്ക് മുമ്പിൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. വഖറുബ മിൻകൽ അജൽ. നിന്റെ ആയുസ് ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും നീ എന്തിലേക്കാണ് അടുക്കുന്നത്? നിന്റെ മരണത്തിലേക്കാണ്. ദുനിയാവിൽ അള്ളാഹു നിനക്ക് നൽകിയ ആയുസ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വഉമിർത ബിൽ അമൽ. നിന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. വഹഖുല്ലാഹി അൽസമു ലക്. അള്ളാഹുവിനോടുള്ള ബാധ്യത നിന്റെ മേലെ എപ്പോഴും നിർബന്ധമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായിട്ടൊരു നിമിഷം പോലും നിനക്കില്ല. അള്ളാഹുവിനോടുള്ള കടമ വിട്ടിട്ട്, അള്ളാഹുവിനോടുള്ള ബാധ്യത വിട്ടിട്ട് ഒരു നിമിഷം പോലും നിനക്കില്ല. നിന്റെ മേലെ എപ്പോഴും അതുണ്ട്.
ഫഅമൽ ലിമആദിക്, നീ മടങ്ങി ചെല്ലുന്ന നിന്റെ പരലോകത്തിന് വേണ്ടി നീ പണിയെടുത്തുകൊള്ളുക. ഫലൻ യർളാ റബ്ബുക മിൻക ഇല്ലാ ബിഅദാഇ മാ ഫുരിദ അലൈക, അല്ലാഹു നിന്റെ മേലെ ഫർളാക്കിയ കാര്യങ്ങൾ നീ ചെയ്യാതെ ഒരിക്കലും അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെടില്ല. അല്ലാഹു നിന്നെ തൃപ്തിപ്പെടില്ല. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഫർളായ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നാണ്. ഇപ്പൊ ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അല്ലെങ്കിൽ റമളാനിലെ നിർബന്ധമായിട്ടുള്ള നോമ്പ്, അല്ലെങ്കിൽ നിർബന്ധമായ സക്കാത്ത്, ഇതുപോലെ നിർബന്ധമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതുപോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദുനിയാവിൽ നമ്മൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം, നമ്മൾ മഗ്റൂറാണ്, വഞ്ചിക്കപ്പെട്ടവനാണ്, കബളിപ്പിക്കപ്പെട്ടവനാണ്. ദുനിയാവിന്റെ ഒരു വിഷയത്തിന് വേണ്ടി ഒരു നിസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ, സലഫുകളെ പറ്റി പറയുന്നത് കാണാം. സലഫുകൾ അവരുടെ കട തുറക്കുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കുന്നെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് അവർ മസ്ജിദിലേക്ക് പോകും. അവർക്ക് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ മസ്ജിദിൽ ബാങ്ക് കൊടുത്താലും ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിലും അവരവരുടെ കച്ചവടത്തിന്റെ തിരക്കിൽ മാത്രമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഞ്ചന അല്ലെങ്കിൽ പിന്നെ എന്താണ്? റിസ്ക് നൽകുന്നവൻ അള്ളാഹു ആണെന്ന് വിശ്വാസമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അവന്റെ റിസ്ക് നേടുന്ന ഒരു കാര്യത്തിന്റെ മേലെ അള്ളാഹുവിനോടുള്ള ബാധ്യത വിട്ടിട്ട് നിൽക്കാൻ പറ്റുക? നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനോടുള്ള ബാധ്യത അവിടെ വന്നു, അവന്റെ ഉപജീവനത്തിന്റെ ഒരു കാര്യം വന്നു. ആരാണ് ഈ ഉപജീവനം നൽകുന്നത്? അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത ചെയ്യാതെ അവൻ ഈ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മാത്രം കുടുങ്ങിക്കിടന്നാൽ അവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്? അവർ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഫർള്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കാതെ ഒരിക്കലും എന്ത് സാധിക്കില്ല? അള്ളാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നു ആദം, ഹേ മനുഷ്യ, ഇദാ റഅയ്ത അന്നാസ ഫീ ഖൈരിൻ, ജനങ്ങൾ ഖൈറിലായിട്ട് നീ കാണുകയാണെങ്കിൽ, അഥവാ ദീനിയായ വിഷയങ്ങളിൽ നന്മയിൽ മുന്നേറുന്നവനായിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവനായിട്ട്, അങ്ങനെ അതിൽ നീ ഖൈറിലായിക്കൊണ്ട് കാണുകയാണെങ്കിൽ ഫനാഫിസ്ഹും, അവരോട് നീ മത്സരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. നമ്മളെക്കാൾ അമലിൽ ഒരാളെ മുന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ, നമ്മളെക്കാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളൊരു മത്സരം തന്നെ നമ്മൾ വെക്കണം. ഞാൻ വെട്ടിക്കും എന്നുള്ള നിലക്കൊരു മത്സരം തന്നെ നമുക്ക് ഉണ്ടാവണം. നീ അവനോട് മത്സരിക്കുക. നീ ജനങ്ങളെ നീ കാണുകയാണ്, ദുനിയാവ് തേടുന്നതിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ജനങ്ങളെ നീ കാണുകയാണെങ്കിൽ അവരെ നീ ഒഴിവാക്കിക്കൊള്ളുക. അവരവരുടെ സ്വന്തത്തിന് എന്താണോ തെരഞ്ഞെടുത്തത് അതിനെയും ഒഴിവാക്കിക്കൊള്ളുക. അഥവാ അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ വെക്കുക. എന്നിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർ അവരുടെ പരലോകത്തിനേക്കാൾ ദുനിയാവിന് മുൻഗണന നൽകി. അതുപോലെ തന്നെ, അതായത് ഒന്നാമത് പറഞ്ഞത് പെട്ടെന്നുള്ളതിന് നീണ്ടു നിൽക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകി, ദുനിയാവിന് പരലോകത്തിനേക്കാൾ പ്രാധാന്യം നൽകി. അവരുടെ അവസ്ഥ എന്തായി? ഫഫ്തുദഹു, അവരാകെ വെളിവാക്കപ്പെട്ടു. അവരുടെ ന്യൂനതകൾ, തിന്മകൾ എല്ലാം വെളിവാക്കപ്പെട്ടു. വദല്ലു, അവർക്ക് നിന്ദ്യത അനുഭവിച്ചു. വഹലകു, അവർ നശിച്ചു. വഊഖിബു ബിമൗതിൽ ഖുലൂബ്, അവർക്ക് ഉണ്ടായ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ കൽബ് ചത്തുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരുടെ കൽബിലെ ജീവൻ നഷ്ടപ്പെടുന്ന, അതില്ലാതാകുന്ന അവസ്ഥയിൽ അവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിനോടുള്ള ഹുബ്ബ് കൽബിൽ കയറിയോ ആ കൽബിന് പിന്നെ ജീവനോ ഈമാനിന്റെ നൂറോ കണ്ടെത്താൻ സാധിക്കില്ല. ഹുബ്ബു ദുനിയയും ഹുബ്ബുള്ളയും ഒരു കൽബിൽ ഒരിക്കലും ഒരുമിച്ചിക്കൂല. അത് വേർതിരിഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങളാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഉഖൂബത്തുൽ ഉലമാഇ മൗതു ഖുലൂബിഹിം, ഉലമാക്കൾക്ക് ഉണ്ടാകുന്ന ശിക്ഷ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അപകടം അവരുടെ കൽബ് ചത്തുപോവുക എന്നുള്ളതാണ്. അവരുടെ കൽബ് ജീവനില്ലാത്ത അവസ്ഥയിലാവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുക? പരലോകത്തേക്കുള്ള കർമ്മം കൊണ്ട് ദുനിയാവ് തേടുമ്പോഴാണ് അവർക്കത് സംഭവിക്കുക. അത് ഉലമാക്കളുടെ വിഷയത്തിൽ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗമാണ് ഹുബ്ബു ദുനിയ എന്നുള്ളത്. വഹ്ന് എന്നുള്ള ദുർബലത ബാധിക്കുന്ന രോഗമാണ് ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്നുള്ളത്. ഈ ഉമ്മത്തിനുള്ള
വൈദ്യന്മാർ, വിശഗ്വരന്മാർ ആരാണ്? ഉലമാക്കളാണ്. ആ ഉലമാക്കൾക്ക് ആ രോഗം ബാധിച്ചാലോ? നമ്മള് കുറുന്തോട്ടിക്ക് വാദം പിടിക്കാന്ന് പറയില്ലേ, ആ ഉലമാക്കൾക്ക് ആ രോഗം ബാധിച്ചാലോ എന്തായി? നശിച്ചു, ഉമ്മത്ത് തന്നെ നശിച്ചു പോകും. അപ്പൊ ഉലമാക്കളുടെ ഖൽബ് ചത്തുപോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് അവർ ദുനിയാവ് തേടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നശിക്കുക എന്ന് മാത്രമല്ല, ഉമ്മത്ത് തന്നെ നശിക്കാൻ അത് കാരണമാകും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹുമൽ മഗ്റൂറൂൻ, കബളിപ്പിക്കപ്പെട്ടവരെ, ഇന്നമദ്ദുനിയാ ജീഫത്തുൻ യൻഹശുഹാ ഉശാഖുഹാ, ദുനിയാവ് എന്നുള്ളത് ശവം പോലെയാണ്, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിന്നു തീർക്കുന്ന ഒരു ശവം. ഫഹിയ തഖ്തുലു ബഅദഹും ബിബഅദ്, അവർ പരസ്പരം അതുകൊണ്ട് എന്താവുകയാണ്? അവരില്ലാതാവുകയാണ്. ഒരു ശവം തിന്നിട്ട് അവര് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹും ലാ യശ്ഉറൂൻ, അവരത് അറിയുന്നില്ല. മൻ റകന ഇലൈഹ, ആരാണ് ദുനിയാവിലേക്ക് ചാഞ്ഞു പോകുന്നത്, ദല്ല വഖ്തസറ, അവൻ നിന്ദ്യനാകും, അവൻ എല്ലാ രീതിയിലുള്ള കുറവും സംഭവിക്കും. വമൻ സഹിദ ഫീഹ, ആരാണോ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്നത്, അസ്സ വഖ്തദറ, അവന് ഇസ്സത്ത് ഉണ്ടാകും, അവനൊരു സ്ഥാനം അള്ളാഹു നൽകുന്നതാണ്, അവന് ഇസ്സത്ത് ഉണ്ടാകും. അത് എല്ലാ കാലത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ കാലത്തും തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യരെല്ലാവരും ദുനിയാവിനോടുള്ള ഹുബ്ബ് കൊണ്ട് നിറഞ്ഞവരായിരിക്കും. ദുനിയാവ് എന്നുള്ള ഒരു മാതാവാണെങ്കിൽ ആ മാതാവിന്റെ പാല് കുടിച്ച് വളരുന്ന ആളുകളായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തനായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിന് അതിനോട് വിരക്തി കാണിക്കുന്ന ഒരാൾ എന്നുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല തീർച്ചയായിട്ടും ഇസ്സത്ത് നൽകുന്നതാണ്. വയുഖാൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്ന മിൻ ശിഅരിഹി റഹിമഹുല്ലാഹ് ഫീ സിഫത്തി ദുനിയ, ദുനിയാവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാറുള്ള ഒരു കവിതയുടെ വരികളാണ്, അഹ്ലാമു നൗമിൻ കദില്ലി സായിലിൻ ഇന്നൽ ലബീബ ബിമിസ്ലിഹാ ലാ യുഖ്ദഉ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അഹ്ലാമു നൗമിൻ, രാത്രി ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമാണ്. ഔ കദില്ലിൻ സായിലിൻ, അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്. തണലിനെ പറ്റി പറയാം, ദുനിയാവിനെ പറ്റി ഉപമിച്ച ഉപമകളെല്ലാം വളരെ മനോഹരമായിരിക്കും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ദുനിയാവിനെ പറ്റി ഉപമിക്കുന്നിടത്ത് പറഞ്ഞൊരു വാക്കാണ് സഹ്റത്തു ദുനിയ എന്നുള്ളത്. ഹദീസുകളും വന്നിട്ടുണ്ട് സഹ്റത്തു ദുനിയ. സഹ്റത്ത് എന്നുള്ള പദം പൊതുവെ ഉപയോഗിക്കുക എന്തിനാ? പൂവ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. പൂവ് എന്ന് പറഞ്ഞാൽ ഒരു കായ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു മരത്തിൽ പൂവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കായ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. പൂവ് എന്നുള്ളത് വളരെയധികം കാണാൻ ആകർഷിപ്പിക്കുന്ന, ആളുകൾക്ക് അത് എടുക്കണം, പെറിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളെ ആകർഷിപ്പിക്കും, അതിന്റെ ഭംഗിയും അതിന്റെ രൂപമൊക്കെ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള ഒരു പൂവിനെ ഒരാൾ പെറിച്ചെടുക്കുകയാണെങ്കിൽ ആ പെറിച്ചെടുത്ത പിന്നെ എന്താ ഉണ്ടാവുക? അവിടെ അവന് ഉപകാരമുള്ള കായ ഉണ്ടാവില്ല, കായ പിന്നെ അവിടെ ഉണ്ടാവില്ല. അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവ് എന്നുള്ളത് പൂവും കായ പരലോകവുമാണ്. ആ ദുനിയാവിന്റെ അലങ്കാരം കണ്ട് അതിനെ പിടിച്ച് അതിന്റെ പിന്നാലെ പോകാതെ കുറച്ചു സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് നീങ്ങിപ്പോയി അവൻ ഏറ്റവും ഉപകാരപ്രദമായ രുചികരമായിട്ടുള്ള ആരോഗ്യം നൽകുന്ന കായ അവൻ അതിന് ലഭിക്കും. അതിന് ലഭിക്കും. അതിനൊരു ഉപമയാണ്. അതുപോലെ തന്നെ നീങ്ങിപ്പോകുന്ന ഒരു തണല്, ഒരു വൃക്ഷത്തിന്റെ മറ്റോ തണല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നതാണോ? അല്ല. കുറച്ചു നേരം ഒരു ഭാഗത്തുണ്ടാവും, പിന്നെ നീങ്ങിട്ട് അപ്പുറത്ത് പോവും, പിന്നെ നീങ്ങിട്ട് അപ്പുറത്ത് പോവും. അതുപോലെയാണ് ദുനിയാവ് എന്നുള്ളത്. ഇന്നൽ ലബീബ ബിമിസ്ലിഹാ ലാ യുഖ്ദഉ. ഇതുപോലെ ഉപമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ തൊട്ട് ബുദ്ധിയുള്ള ഒരാള് വഞ്ചിക്കപ്പെടൂല. ഇങ്ങനെ ഉപമയുള്ള ഒരു കാര്യത്തിനെ തൊട്ട് ബുദ്ധിയുള്ള ഒരാള് വഞ്ചിക്കപ്പെടുകയില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നൽ മുഅ്മിന അമില അയ്യാമൻ യസീറതൻ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ കുറഞ്ഞ ദിവസങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. ദുനിയാവിന്റെ ഒരു ആയുസ് നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ഒരു 60 വർഷം ജീവിക്കുന്ന ഒരാളുടെ ഏകദേശം 20-25 വർഷത്തോളം അവൻ ഉറങ്ങിയിട്ടാ തീർക്കുക. പിന്നെയുള്ള ഒരു 15 വർഷത്തോളം അവന്റെ ഭക്ഷണവും അതുപോലുമായി ബന്ധപ്പെട്ട ആസ്വാദനവും ഇതൊക്കെ ആയിട്ട് അങ്ങനെയും തീരും. പിന്നെ ബാക്കിയുള്ള വളരെ കുറഞ്ഞ സമയത്ത് അവൻ ബാക്കി ഒരുപാട് കാര്യങ്ങൾ മുഴുകിയതിന് ശേഷമാണ്, കുറഞ്ഞ സമയമാണ് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവനുള്ളത്. ഒരു 60 വർഷത്തെ ആയുസ്സിൽ ഒരാൾക്ക് ലഭിക്കുന്ന കാലത്തിന്റെ കണക്കാണ് ഈ പറയുന്നത്. അപ്പോ ആ മുഅ്മിൻ എന്നുള്ളത് കുറഞ്ഞ കാലത്താണ് കർമ്മങ്ങൾ ചെയ്യാനുള്ളത്, അത് ചെയ്യുന്നവനാണ്. ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ നദമ അൻ ഖദ് അസാബ മിൻ നഈമിദ് ദുനിയ
വറഹാഇഹാ മഅ ഇസ്തിഹാനതിഹി ബിഹാ വഹൽമിഹി ലഹാ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, മാ നദമ, ഒരിക്കലും ഒരു മുഅ്മിന് ഒരു ഖേദം ഉണ്ടാവൂല, അൻ ഖദ് അസ്വാബ മിന നഈമി ദുനിയ വറഹാഇഹാ, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിന്റെ പേരിൽ അവന് ഖേദം ഉണ്ടാവൂല. പലർക്കും ഒരു ധാരണ ഉണ്ട്, ഈ പലപ്പോഴും സുഹൃത്തിനെ പറ്റി പറയുമ്പോഴും ഭൗതിക വിരക്തി എന്ന് പറയുമ്പോഴൊക്കെ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒന്നുമില്ലാത്ത വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാൾ. അങ്ങനെയല്ല, അവന്റെ ഖൽബിന്റെ അവസ്ഥയാണത്. ഇവിടെ പറയാണ്, ഒരാൾക്ക് ദുനിയാവ് കുറെ ലഭിച്ചു, നല്ല ആസ്വാദനമൊക്കെ ലഭിച്ചു, പക്ഷെ അതിന്റെ പേരിൽ അവൻ ഖേദിക്കൂല. കാരണം എന്താ? മഅ ഇസ്തിഹാനതിഹി ബിഹാ വഹൽമി ലഹാ, അവൻ അതിനോട് ഒരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല. ആ സുഖത്തിനോടും സൗകര്യത്തിനോടും അവനൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരു ഖേദം ഉണ്ടാവില്ല. വതസവ്വുദിഹി ലിആഖിറതിഹി മിൻഹാ, അവന് നൽകപ്പെട്ട ഈ സുഖ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും കൊണ്ട് അവൻ പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കുകയായിരിക്കും. ലം തകുൻ ദുനിയാ ഫീ നഫ്സിഹി അലാ മിഖ്ദാർ, ദുനിയാവ് അവന്റെ സ്വന്തത്തിൽ ഒരു അളവിന്റെ അപ്പുറത്തേക്ക് സ്ഥാനം കൊടുക്കൂല, ഒരു പരിധി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. വലാ റഗിബ ഫീ നഈമിഹാ, അതിന്റെ അനുഗ്രഹങ്ങളോട് അതിയായ താല്പര്യം അവനുണ്ടാവൂല. വലാ ഫരിഹ ബിറഖാഇഹാ, അതിന്റെ സുഖസൗകര്യത്തിൽ കൂടുതലായിട്ട് ആർമാദിക്കില്ല. വലാ തആളമ ഫീ നഫ്സിഹി ശൈഉൻ മിൻ ബലാഇഹാ, ദുനിയാവിൽ ഉണ്ടാകുന്ന ബലാഅകൾ അതെന്തോ വലിയ പരീക്ഷണമാണ്, വലിയ നഷ്ടമാണ് എന്നുള്ള നിലക്ക് അവൻ അതിനെ കാണുകയുമില്ല. മഹ്തിസാബിഹി അൽ അജ്റ ഇൻദല്ലാഹ്, കാരണം എന്താണ്? അവന് പ്രതീക്ഷയുണ്ട്, ഇതിനൊക്കെ പ്രതിഫലം ആരെടുത്ത് കിട്ടും? അള്ളാഹുവിന് കിട്ടും. മലാറാഗിബൻ റാഹിബൻ, അവൻ അള്ളാഹുവിനുള്ള പ്രതീക്ഷയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഫലം യൽതമിസ് സവാബദ് ദുനിയ, ദുനിയാവിൽ ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലാ അർറജ അലാ നഈമിഹാ, അതിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ ഓടുന്നില്ല. ഫഹനീഅൻ ലഹു, നിസാരമായിട്ടാണ് കാണുന്നത് അവൻ. അമ്മനല്ലാഹു ബിദാലിക റൗഅതഹ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭയപ്പാടുകളിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും, അഥവാ അവനെ ഭയപ്പെടുത്തുന്നതിൽ സംരക്ഷിക്കും. വയസ്സറ ഹിസാബഹു, അവന്റെ വിചാരണ എളുപ്പമാക്കും. വആമനഹു ഇഖാബഹു, അവന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വം നൽകും. എന്താ ഇപ്പൊ ഈ അസറിൽ പറഞ്ഞ വിഷയം? ഒരു മുഅ്മിനിന്റെ രണ്ടവസ്ഥകളാണ് പറയുന്നത്. ഒരു മുഅ്മിനിന്റെ രണ്ടവസ്ഥകൾ. ഒന്ന്, അവന് നിഅമത്തുകളും ദുനിയാവും അനുഗ്രഹങ്ങളും എല്ലാം നൽകപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ മുഴുകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ ഒരിക്കലും അവൻ ഇതെല്ലാം കിട്ടിയെന്നോ എന്നുള്ള ഖേദം ഉണ്ടാവൂല. കാരണം അവൻ അതിന് ഒരു വില കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവനൊരു അളവിൽ കൂടുതൽ വില ദുനിയാവിന് കൊടുക്കൂല. രണ്ടാമത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ എത്ര കടുത്താലും ഇത് വലിയൊരു പരീക്ഷണമാണല്ലോ എന്നുള്ള നിലക്കും അവൻ കാണില്ല. അവൻ എന്തായിരിക്കും? അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കും. ആ ഭയത്തിന്റെയും ആ പ്രതീക്ഷയുടെയും ഇടയിലായിക്കൊണ്ട്, നന്ദിയുടെയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെയും ഇടയിലായിക്കൊണ്ട് അവൻ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയായിരിക്കും ഒരു മുഅ്മിൻ ഉണ്ടാവുക. സഹോദരങ്ങളെ, നമ്മളെല്ലാം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ഒരിക്കലും ദുനിയാവിലെ മറ്റുള്ള ആളുകളുടെ, കുഫാറുകളുടെയോ മുനാഫിഖീങ്ങളുടെയോ അഹ്ലുദ്ദുനിയയുടെയോ അവരുടെ ജീവിതം കണ്ടിട്ടോ അവരുടെ പെരുമാറ്റം കണ്ടിട്ടോ അവരുടെ സംസ്കാരം കണ്ടിട്ടോ നമ്മൾ ജീവിക്കരുത്. നമുക്ക് ജീവിക്കാൻ നമ്മുടെ മുൻഗാമികൾ മാതൃകയായിട്ടുണ്ട്. അവരെ കുറിച്ച് അവരെ പോലെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് നമ്മുടെ കൽബിൽ ചിന്ത ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും ഇന്നത്തെ ആളുകൾക്ക് ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ കൂടി ഇല്ല. ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ കൂടി ഇന്നത്തെ ആളുകൾക്കില്ല. എന്തിനാ ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്ന നിലക്ക് അവർ ഇതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവർക്ക് പരലോകത്തിനോടുള്ള ആഗ്രഹവും അള്ളാഹുലേക്ക് അടുക്കാനുള്ള അവസരവുമാണ്. അടുത്തൊരു അസറിൽ അദ്ദേഹം പറയുന്നു, ഇന്നമൽ ഗുദുവു വറവാഹു വഹദ്ദും മിനദ് ദുൽജ വലിസ്തിഖാമത്തി لا يلبثنك أن تقدم على الله وهو راض عنه فيدخلك الجنة فتكون من المفلحين إنما الغدو والرواح وحظ من الدلجة. തീർച്ചയായിട്ടും ഗുദുവ് പ്രഭാതത്തിലുള്ള യാത്രക്കാണ് ഗുദുവ് എന്ന് പറയാം. റവാഹ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിലുള്ളത്. വഹദ്ദു മിന ദുൽജ, ദുൽജയിലുള്ളത്. ദുൽജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രാത്രിയിലെ ഒരു ഭാഗം എന്നാണ് ദുൽജയ്ക്ക് അർത്ഥം. ഒന്നുകിൽ രാത്രിയിലെ ആദ്യ ഭാഗം അല്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തെ ഭാഗം. ഇതൊരു ഹദീസിന്റെ ആശയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഗുദു വറൂഹു വശൈഉം മിനദ് ദുൽജ,
നിങ്ങൾ രാവിലെ യാത്ര ചെയ്യണം, വൈകുന്നേരം യാത്ര ചെയ്യണം, രാത്രിയുടെ ഒരു സമയത്ത് യാത്ര ചെയ്യണം. എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാ? അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. കാരണം ഒരു അടിമ അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകേണ്ട പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങളാണ്. ഒന്ന് രാവിലെ പ്രഭാതം, ഫജ്റിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയത്തിന്റെ ഇടയ്ക്കുള്ളത്. 2 വൈകുന്നേരത്തിൽ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ളത്. 3 രാത്രിയുടെ ഒരു ഭാഗം അഥവാ രാത്രിയുടെ അവസാനത്തിൽ ഫജ്റിന് മുമ്പുള്ള ആ അല്ലാഹു തആല ഇറങ്ങി വരുന്ന 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന ആ സമയം, അതാണ് ദുൽജ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 സമയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ള ആളായിരിക്കണം. അങ്ങനെ നീ ആണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കുറിച്ച് തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ നിനക്ക് കണ്ടുമുട്ടാൻ പറ്റും. വയുദ്ഖിലകൽ ജന്ന, അള്ളാഹു നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഫതകൂന മിനൽ മുഫ്ലിഹീൻ, വിജയിച്ചവരുടെ കൂട്ടത്തിലും നിനക്കാകാൻ സാധിക്കും. ഇതും ആ ഹദീസിന്റെ തുടർച്ചയായിട്ടുള്ള ആശയത്തിൽ വരുന്ന കാര്യമാണ്. ഫമൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ആലിയ ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. ഈ ഹദീസിന്റെ ആശയമാണ് ഈ അസറിലും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ചരക്ക് വില പിടിച്ച ചരക്കാണ്. അതിനെ ആഗ്രഹിക്കുന്നവർ അതിനുള്ള പണി ഏറ്റവും നന്നായി എടുക്കുന്നതാണ്. അടുത്ത അസർ, വകാന യഖൂൽ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ലാ യുഖ്ദഉ അൻ ജന്നതിഹി. ജനങ്ങളെ, അള്ളാഹു അവന്റെ സ്വർഗത്തിന്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെടുകയില്ല. അള്ളാഹുവിനെ പറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. വലാ യുഅതീഹ അഹദൻ മിൻ ഇബാദിഹി ബിൽ അമാനി. ഒരുത്തന്റെ വ്യാമോഹം കൊണ്ടോ ഒരുത്തന്റെ കൊതി കൊണ്ടോ ഒരുത്തന്റെ സ്വപ്നം കൊണ്ടോ ഒരാൾക്കും സ്വർഗം ലഭിക്കാൻ പോകുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ്. എന്താണ് അള്ളാഹിന്റെ ചരക്ക്? അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. നിസ്സാരമായി കിട്ടുന്ന കാര്യമല്ല, നിസ്സാരമായി കിട്ടുന്ന കാര്യമല്ല. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബികളുടെ പുറത്ത് തീയിന്റെ ഇരുമ്പ് ചൂടാക്കി അതിൽ കിടത്തി കത്തുന്ന വിറക് കൊള്ളികൾ പുറത്ത് കുത്തിക്കെടുത്തിയിട്ട് ആ സ്വഹാബി ആ ഒരു അവസ്ഥയിൽ അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിക്കുകയാണ്, റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണില്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കണില്ല ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്ത് പോകാൻ പറ്റുന്നതാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്ത് പോകാൻ പറ്റുന്നതാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? നമ്മൾ എന്താ അനുഭവിക്കുന്നത്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 2 റക്അത്ത് നിസ്കാരം കുറച്ച് ദീർഘിച്ച് നിസ്കരിച്ചതിന്റെ പേരില് കാലിനൊരു വേദന ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പോട്ടെ, ഒരു നോമ്പെടുത്തതിന്റെ പേരില് ഒരു ക്ഷീണിച്ചിട്ട് ആ വിശപ്പ് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആസ്വാദനം നമുക്ക് കിട്ടാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പണം ആവശ്യമുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പണം ആവശ്യക്കാരന് ചെലവഴിച്ചിട്ട് നമുക്കൊന്ന് അതിന്റെ ഒരു അവസ്ഥ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സുഖാണ്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും സുഖവും എല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുകയാണോ നമ്മൾ ഈ വ്യാമോഹം കണ്ട് നമ്മൾ സ്വർഗത്തിലാണ് എന്നുള്ള ഈ വ്യാമോഹം കണ്ട് സ്വർഗം കിട്ടും എന്നുള്ളത്? എന്നാൽ സഹോദരങ്ങളെ, സ്വഹാബികളും നമ്മുടെ മുൻഗാബികളും അവർ ഒരുപാട് ത്യാഗം സഹിച്ച് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഭവനമാണ് സ്വർഗം എന്നുള്ളത്. നമുക്കൊരു ചെറിയ തിന്മ പോലും ആ സ്വർഗത്തിന് വേണ്ടി ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തെ വിചാരണ ചെയ്യുക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അലൈക്കും ബിസ്സഹാദതി ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ വിരക്തിയുള്ള ആളുകളായിരിക്കണം, ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളായിരിക്കണം. ഫഖദ് റുവിയ അന്ന ഈസ അലൈഹിസ്സലാം കാന യഖൂൽ, ഈസാ നബി അലൈഹിസ്സലാം പറയാറുണ്ടായിരുന്നു, ഇദാമി അൽജു. ഈസാ നബി അലൈഹിസ്സലാം വളരെയധികം നബിമാരിൽ തന്നെ വളരെയധികം സുഹൃദ് ഉണ്ടായിരുന്ന ഒരു നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. അതേ ഇമാം അഹമ്മദിന്റെ കിതാബു സുഹദിലെല്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സുഹദ് ഓരോ നബിമാരുണ്ട്. അതിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായിട്ട് ഒരുപാട് അസറുകൾ കൊടുക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, ഇദാമി അൽ ജൂ, എന്റെ ഭക്ഷണം എന്നുള്ളത് വിശപ്പാണ്. വശിആരി അൽ ഖൗഫ്, എന്റെ അടയാളം എന്നുള്ളത് ഭയമാണ്. വലിബാസി അസ്സൂഫ്, എന്റെ വസ്ത്രം എന്നുള്ളത് പരുപരുത്ത ആ വസ്ത്രമാണ്. വസ്തിലായി ഫി ശിതാഇ അശ്ശംസ്, തണുപ്പുള്ള കാലത്ത് ഷിതായിൽ എനിക്ക് ചൂട് നൽകുന്നത് സൂര്യനാണ്. അഥവാ തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് നൽകുന്ന വസ്ത്രമൊന്നും എനിക്കില്ല, എനിക്ക് സൂര്യന്റെ ചൂട് മാത്രമാണ് ഉള്ളത്. വസിറാജി അൽ ഖമർ, എനിക്കുള്ള പ്രകാശം രാത്രിയിലുള്ള വെളിച്ചം അത് ചന്ദ്രനാണ്. വറാഹിലതി റിജ്ലായ്,
എനിന്റെ വാഹനം എന്നുള്ളത് എന്റെ 2 കാലുകളാണ്. വഫാക്കിഹതി മാ തുംബിതുൽ അർദ്, എനിക്കുള്ള പഴങ്ങൾ എന്നുള്ളത് ഭൂമിയിൽ മുളക്കുന്ന എന്തൊരു സാധനവുമാണ്. വയഅലമുല്ലാഹു അന്നി അബീതു വലാ ശൈഅ ലി, അല്ലാഹുവിനറിയാം ഞാൻ രാത്രി രാപാർക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ദുനിയാവിൽ ഇല്ലാതെയാണ്. വഉസ്ബിഹു വലാ ശൈഅ ലി, ഞാൻ രാവിലെയിലാകുന്നതും പ്രത്യേകിച്ച് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതെയാണ്. വഅഹ്സബു അന്ന ലൈസ അലൽ അർദി അഗ്നാ മിന്നി, ഞാൻ വിചാരിക്കുന്നു ഭൂമിയിൽ വേറൊരാളുമില്ല എന്നേക്കാൾ സമ്പന്നതയിലും ഐശ്വര്യത്തിലുമായിട്ട് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പറയാം. നമുക്ക് തോന്നും ഇത് ഈസാ നബി ആയതുകൊണ്ട് പറഞ്ഞതാണ്. സ്വഹാബികളുടെ എടുത്തു നോക്കി, സ്വഹാബികളുടെ ചരിത്രം എടുത്തു നോക്കി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശരിക്കും നമ്മൾ സ്വഹാബികളുടെ ജീവചരിത്രമൊക്കെ ഇങ്ങനെ ഇടക്ക് വായിക്കണം. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട് നിർമ്മിക്കാൻ വേണ്ടി വീടുണ്ടാക്കുന്ന ഒരാളെടുത്ത് പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു എങ്ങനെ വീടുണ്ടാക്കാൻ പോണെന്ന് ചോദിച്ചു. അപ്പോൾ സൽമാൻ ഫാരിസി എങ്ങനത്തെ ആളാന്നറിയാം. സൽമാൻ ഫാരിസി എന്ന പേർഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വലുതാണ്. നല്ല സമ്പന്നതയുള്ള, നല്ല കൃഷിയും തോട്ടങ്ങളും ഉള്ള ഒരു നസ്രാനിയുടെ മകനാണ്. അവിടുന്ന് ഇസ്ലാം തേടി 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 അടിമയായിട്ട് പിന്നീടാണ് സ്വതന്ത്രനാകുന്നത് സൽമാൻ ഫാരിസി. മരണത്തിന്റെ ആ സമയത്ത് വീടുണ്ടാക്കുമ്പോ പറഞ്ഞു, എനിക്ക് വീടുണ്ടാക്കേണ്ട എങ്ങനെയാണ്, ഞാൻ നേരെ നിലത്ത് കിടന്നു കഴിഞ്ഞാൽ എന്റെ തലയും കാലും 2 അറ്റത്ത് മുട്ടണം, നേരെ നിന്നാൽ മേലെയും മുട്ടുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ചെറിയ വീട് മതി. അവിടെ അങ്ങനെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിഷമിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാന് പരലോകത്തേക്കുള്ള വിഭവം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു യാത്രക്കാരനെ പോലെ ദുനിയാവിലാവേണ്ടി ഞാൻ പരലോകത്തേക്ക് ഒരുപാട് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് ആകെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പാത്രവും വെള്ളം കുടിക്കാനുള്ള ഒരു പൂജയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ എന്ന് പറയാനുള്ളത് അതാണ്. എന്നിട്ടാണ് ഈ സ്വഹാബി അത് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. അങ്ങനെ മരണം അടുത്തെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്റെ പത്നിയോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കുന്ന സുഗന്ധം, ഏതോ ഒരു യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തിൽ കുറച്ച് സുഗന്ധം കിട്ടിയിട്ടുണ്ട്, അന്ന് കലക്കുന്നോ മറ്റോ, അത് കലക്കി ഈ മുറിയിൽ ചുറ്റും തെളിക്കണം. അവിടെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കൂല, അവർക്ക് സുഗന്ധം നല്ല ഇഷ്ടമാണെന്ന് പറയും. എന്നിട്ട് ഭാര്യയോട് പുറത്തേക്കാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇതുപോലെ ഒരുപാട് പല സ്വഹാബികളുടെയും സലഫുകളുടെയും മരണസമയത്തുള്ള സന്ദർഭങ്ങൾ വിശദീകരിക്കുന്ന കിതാബുകളുണ്ട്. കിതാബുൽ മുഹ്തദിരീൻ പോലെയുള്ള മരണസന്ദർഭത്തിൽ ഉണ്ടായിരുന്ന അവരുടെ, അല്ലെങ്കിൽ തബാത്ത് ലിൽ മൗത്ത്, മരണത്തിലുണ്ടായിരുന്ന സ്ഥിരത പോലുള്ള കിതാബുകൾ, ധാരാളം കിതാബുകൾ ആ വിഷയത്തിലുണ്ട്. അതല്ലെങ്കിൽ സ്വഹാബികളെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കണം, അവരെങ്ങനെയാണ് ദുനിയാവിനെ കണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത്. കാരണം സഹോദരങ്ങളെ, നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് ദുനിയാവിനാൽ വഞ്ചിക്കപ്പെട്ട് ഓരോ ദിവസം കൂടുന്തോറും ദുനിയാവിന്റെ ഫിത്നകൾ വർദ്ധിക്കുകയും നമ്മളൊരു 10 കൊല്ലം മുമ്പ് കണ്ടത്, നമ്മളൊരു തെറ്റായി കണ്ട കാര്യം ഇന്ന് അത് വലിയ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.